വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളെ കേരള PSC 2024 ഡിസംബർ 31 വരെ വിളിച്ച നോട്ടിഫിക്കേഷൻസിൻ്റെ ഒക്കെ എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് ഇപ്പം PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോണിക്സിൻ്റെ ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് നമുക്ക് മെയിനായിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PW ഇലക്ട്രോണിക്സ് ഉണ്ട്. അതുപോലെ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെക്ചറിംഗ് ബോർഡ് ഇലക്ട്രോണിക്സും അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് PWDയിലേക്ക് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന കാലയളവിലാണ് എക്സാം ഉണ്ടാവുക കേട്ടോ. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഇനിയിപ്പം പിന്നെയുള്ളത് നമ്മുടെ ലെക്ചറിംഗ് പോളി ഇലക്ട്രോണിക്സ് ആണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കേട്ടോ. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ തന്നെ എന്താ എക്സാം ഉണ്ടാവും. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ. പിന്നെയുള്ളത് നമ്മൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അതെപ്പോഴുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിൽ. അപ്പോൾ അധികം സമയമൊന്നുമില്ല, ഒരു 6 മാസമൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ 6 മാസം എന്നല്ല, ഓഗസ്റ്റ്, അപ്പോൾ ഒരു 8 മാസമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും മാക്സിമം എന്താ പ്രിപ്പറേഷൻ ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ 3 നോട്ടിഫിക്കേഷൻസാണ് ഇലക്ട്രോണിക്സിന് ഇതുവരെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ, ബാക്കിയുള്ളത് എന്താ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്നുള്ള കാലയളവിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.